എവിടെ നിങ്ങളുടെ വിസ? ഞങ്ങളുടെ കയ്യിൽ നിന്ന് രൂപ വാങ്ങി തേരാപ്പാറ നടത്തിക്കാൻ വേണ്ടി ദിവസം കുറയായി. ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞില്ലെങ്കിൽ നിന്റെ അവസാനമാ. നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് താഴെ നിർത്ത്. ഉണ്ണിത്താ സാറ് എല്ലാവരും വിസ വാങ്ങിക്കാൻ ഗൾഫിൽ പോയിരിക്കുവാ. കുറെ നാളായി ഉണ്ണിത്താ സാറും വിസയും വന്നുകൊണ്ടിരിക്കുന്നത് പറയാൻ തുടങ്ങിയിട്ട്. ഒന്നും ഞങ്ങളുടെ വിസതാ, അല്ലേ ഞങ്ങളുടെ കാശ് താടാ പട്ടി. ഞാനൊന്ന് പറയട്ടെ, ഒരു രക്തസാക്ഷിയെ കൂടെ നാടിന് കാഴ്ചവെക്കാമെന്നല്ലാതെ നിങ്ങൾ എന്നെ പിടിച്ച് തല്ലിയിട്ട് യാതൊരു കാര്യവും ഇല്ല. ഈ ഫാമിന്റെ മുതലാളിമാർ വരട്ടെ, അവര് വന്നിട്ട് നിങ്ങളുടെ വിസ തരും. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ബിലീവ് മീ. പിന്നെ ആരാ? താനും ഇതിന്റെ പാർട്ണറല്ലോ. നോട്ട് എ പാർട്ണർ, മുതലാളിമാരുടെ അഡ്വൈസർ കം ഹെൽപ്പർ കം ഓഫീസ് സൂപ്പർവൈസർ. ദാറ്റ്സ് ഓൾ. 5-6 മാസമായി മനുഷ്യനായിട്ട് കുരങ്ങളിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഉണ്ടായിരുന്ന ജോലിയും രാജിവെച്ച് ഇല്ലാത്ത കാശ് ഉണ്ടാക്കി കൊടുത്തിട്ട് മനുഷ്യനായിട്ട് നടത്തിച്ചാലുണ്ടല്ലോ, നിന്നെ നിന്റെ മുതലാളിമാരെ കൊന്ന് ഞാൻ ജയിലിൽ പോവും. നിങ്ങളൊന്ന് അടങ്ങ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ വിസ വരും. പോസ്റ്റൽ സമരം കാരണം വൈകുന്നതാ. തൽക്കാലം നിങ്ങൾ ഇന്ന് പോയിട്ട് നാളെ വാ. അല്ലെങ്കിൽ ഇന്നത്തെ പോസ്റ്റും കൂടി നോക്കാം. നിങ്ങൾ സമാധാനമായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യും. ഞാൻ ഓഫീസ് ഒന്ന് തുറക്കട്ടെ. വിസ വന്നിട്ട് ഞങ്ങൾ പോകുന്നു. എല്ലാരും വരണ്ട, നമുക്ക് ഇവിടെ തന്നെ കുത്തിയിരിക്കാം. ടൈം ഈസ് നൗ 10:30. ഇവിടെ ഓഫീസ് ടൈം എത്രയെന്ന് അറിയാമോ? 10 o'clock. പിന്നെന്താണ് വൈകിയത്? ഞാൻ ചെക്കപ്പിന് ലേഡി ഡോക്ടറെ കാണാൻ പോയതാ. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ഞാൻ ചേട്ടനോട് പറയാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. പരമാ വെച്ചിരിക്കണു. എടാ ചവി, മേശപ്പുറത്താ കാല് വെച്ചോണ്ടിരിക്കണേ. ഇനി അവന്മാർ എനിക്കിട്ട് പെരുമാറിയാലുള്ള അവസ്ഥ ആലോചിച്ച് ഞാൻ ഇരുന്ന് പോയതാ. ആരാട്ടാ പുറത്ത്? വിസ കിട്ടിയില്ലെങ്കിൽ കാശ് തിരികെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവരെന്നെ തല്ലാൻ വന്നു. ഒരു വിധത്തിൽ അവരെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നിട്ട് അവര് പോയോ? പോസ്റ്റ്മാൻ വരുമ്പോ വിസ വരുമെന്ന് പറഞ്ഞ് പുറത്ത് വെയിറ്റ് ചെയ്യുവാ. ഓ, ഇനി അവന്മാർ ഇങ്ങോട്ട് കയറി വന്ന് എന്നെ പെരുമാറോട്ട് ചെയ്യോ? ആ ഉണ്ണിത്താൻ ദുബായിൽ നിന്ന് ഫോൺ ചെയ്തൂടെ? ഈ ഹാജിയാർ എവിടെ പോയി കിടക്കുക? നിങ്ങൾ ഈ 2 വിരലും പൊക്കി പിടിച്ച് പാക്കലാന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായല്ലോ. ആ വിസയുടെ കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റൂല്ലെങ്കിൽ തുറന്നു പറഞ്ഞാ മതി. പറ്റൂലെന്നോ? വെറുതെ സാർ, ഒരു രജിസ്റ്റർ ഉണ്ട്. പേന. വിസ വന്നിട്ടുണ്ടാ കുട്ടി? വിസയോ? ഓ, വന്നു ആര്? വിസ. വിസ വന്നു. അയ്യപ്പൻ ചേട്ടോ, എന്താടാ? ഗൾഫിൽ നിന്ന് വിസ വന്നു. നിങ്ങളോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇന്ന് വിസ വരുമെന്ന്? ഇപ്പൊ സമാധാനമായല്ലോ. അതാ പറഞ്ഞേ, കുട്ടിയുടെ വേടെന്ന് പറഞ്ഞാ വേടാ. എന്താണ് പണം വരച്ചു വെച്ചിരിക്കേ? ഓ, ധൈര്യമായിട്ട് കയറി പോര്. എന്തൊരു ഭാഷയാണ് ഇത്? ഇത് അറബിയാ മുതലാളി. അറബിയാ? ഇതിപ്പോ ആരാ വായിക്കുക? ഹാജിയാർക്ക് അറബി വായിക്കാൻ അറിയാം. പണ്ടാടകൾ. ഇയാൾ ഇത് എവിടെ പോയി കിടക്കുക? എന്റെ അളി അറബി ഭാഷ, ഞാൻ വിളിച്ചോണ്ട് വരാം. വേണ്ട, അറബി അറിയാവുന്ന ഹാജിയാർ ഇവിടെ ഉണ്ട്. നീ വേഗം പോയി സുന്ദറിന്റെ കാരണത്ത് ഹാജിയാരെ വിളിച്ചോണ്ട് വാ. സുന്ദര, നമ്മുടെ സുന്ദരനെ കണ്ടോ? വണ്ടിക്കകത്ത് കാണും. ആഹാ, നീയായിരുന്നു. എന്താടാ? ഗ്യാസ് ഇട്ട് സൂചിച്ചിരിക്കുകയാണല്ലേ?
AC ഇട്ടിരിക്കല്ലായിരുന്നു. ആ CC കാരെ പേടിച്ച് ഒളിച്ചിരുന്നതാ. 4 മാസമായി CC അടച്ചിട്ട്. പൈസ കൊടുത്തില്ലേ വണ്ടിയും പൊക്കിക്കൊണ്ട് പോകുന്നാ പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനാ നിങ്ങളുടെ ട്രാവൽസിന്റെ ഓട്ടോ ഓടിയിട്ട് 5 പൈസ കിട്ടിയിട്ടുണ്ടോ? നിന്റെ കാശൊക്കെ ഒന്നിച്ച് തരാടേ. ഗൾഫിൽ നിന്ന് വിസ വന്നടാ, വണ്ടി എടുക്കടാ. സത്യാണോ? പിന്നെ ഞാൻ കള്ളം പറയോ? നീ വേഗം വണ്ടി എടുക്കുക, ഹാജരെ വിളിച്ചോണ്ടിരാം. വേഗം ആവട്ടെ. കൊടുക്ക എന്റെ കാര്യം മറക്കരുത്. ആ? എന്നെ ദുബായി കൊണ്ടുവന്ന ഒറ്റ പ്രതീക്ഷയില്ല ഇത്രയും നാളെ നിങ്ങൾക്ക് വേണ്ടി വണ്ടി ഇട്ട് ഞാൻ കട ഓടിച്ചത്. നിന്നെ ഞങ്ങൾ ഗൾഫിൽ എത്തിച്ചാ പോരെ, പിന്നെ നിന്നെ കൂടുതൽ സംസാരിക്കണേ. ആ വണ്ടി എടുക്ക്. ഇപ്പുറത്തെ കയറി. ആ എവിടെ വേണേലും കയറാം. സർക്കസ് കമ്പനിയിലേക്ക് വിസ തരാമെന്ന് പറഞ്ഞിട്ടല്ലയോ എന്റെ കയ്യിന്ന് പൈസ വാങ്ങിച്ചത്? പിന്നെ ഇന്നെ ദുബായ് സർക്കസ് കമ്പനിയിലേക്ക് തന്നെ ഞാൻ വിടില്ലേ. അപ്പൊ സാറേ എന്റെ കാര്യം പേരെന്താ പറഞ്ഞേ? അയ്യപ്പനാ. ആ നിന്നെ ഞാൻ ദുബായിലെ ഷേക്കാക്കും. ഹാജിയാര് നല്ല വായനക്കാരനാണെന്നാ ഞാൻ പറഞ്ഞു വെച്ചേക്കണേ. ഇനിയല്ല നിങ്ങളെ വിടുക്കുപോലെ. കയറി വരണോ ഹാജിയാരെ? എല്ലാരും ഒന്ന് മാറി നിൽക്കി, ഹാജിയാര് വായിക്കാൻ വേണം. ആചാരേ നിങ്ങളൊന്ന് വായിച്ച് നമ്മളവരെ പറ്റിച്ചതല്ലെന്ന് എല്ലാവർക്കും ബോധ്യമാട്ടെ. നോക്കി നിൽക്കാതെ വായിക്കുക എന്നാ പിന്നെ നോക്കി നിൽക്കാതെ വായിക്കുക ഹാജിയാരെ. ആ നോക്കി നിൽക്കാതെ വായിക്കുക ആചാരേ. അല്ല ഇത് നമ്മള് തന്നെ വായിക്കണ. നിങ്ങളല്ലാതെ പിന്നെ ആര് വായിക്കാൻ? വായിക്കേ. വായിക്കുക ഹാജിയാരെ. ഫുലൂസ് മാഫി, വിസ മാഫി, മാഫി മസൂദ്, മാഹദ് മാസൂദ്, ഉണ്ണിത്താൻ. എന്ന് വെച്ചാ എന്താണെന്ന് തെളിച്ച് പറ. പറടോ. എന്ന് വെച്ചാ- ഇനി എന്ത് തെളിക്കാനാ? വിസ ഇല്ല, കാശുമില്ല. വാങ്ങിയ കാശിന് ഒരു ഉത്തരവാദിത്വം ഇല്ലാന്ന്. അറിയില്ലടാ നിന്റെ ഇങ്ങോട്ട് പറയുന്ന പലിക്കാതെ ആചാരേ. നമ്മള് കേറട്ടോ. വണ്ടി എടുക്കണ വേഗം. ഈടുന്ന സ്ഥലം കാണുന്നില്ല ആചാരെ. അവന്മാരിപ്പോ വരുവടാ. സ്റ്റാർട്ട് ആവണില്ല അതേ ആചാരെ. ഒന്ന് വേഗം സ്റ്റാർട്ട് ചെയ്യ്. പോയി മുമ്പ് കയറാ കുട്ടി. നീ പോടാ മുമ്പിലേ. തടിയും വരണ്ട്, തടിയും. അങ്ങോട്ട് വലിച്ചോ. അയ്യോ വണ്ടി വിട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്യടാ, പിടിച്ചോണ്ടിരിക്കാവാ. സ്റ്റാർട്ട് ആവണില്ല, തള്ളാൻ. എന്നാ ഇറങ്ങി തള്ളാൻ. വണ്ടി എടുക്കാൻ. ഇവിടെ